തെറിവിളികൾ ഒരു സൈഡിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പക്ഷെ അതും ഈ ഗെയിമിന്റെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞ ബാലൻസ്. ഒരു 10 തെറി കേട്ട് കഴിയുമ്പോൾ ഒരു 2 നല്ല വാക്കുകൾ, ഒരു 2 പേര് പറയാണ് മോനെ നിന്റെ കളി നല്ലതായിരുന്നു, നീ ഒന്നുമില്ലെങ്കിലും നന്നായിട്ട് കളിച്ചിരുന്നു, നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്ന ഒരു 2 വാക്ക് മതി അത് ബാലൻസ് ചെയ്യാനായിട്ട്. തെറിവിളികളും അതിന്റെ നല്ല വാക്കുകളും ഒക്കെ അതിന്റെ രീതിയിൽ പോകും. ലാലേട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്. അതായത് സന്തോഷങ്ങളെ നമ്മൾ ഒരുപാട് ആഘോഷിക്കരുത്, ദുഃഖങ്ങളെ നമ്മൾ ഒരുപാട് വിഷമിക്കരുത്. രണ്ടും ഈക്വൽ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻ മോഡിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോഴും സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ആദ്യത്തെ ആഴ്ച തൊട്ട് ഈ നിമിഷം വരെ സേഫ് ഗെയിം കളിക്കുന്നവരും ആ വീട്ടിലുണ്ട്. പക്ഷെ ആരാന്ന് പറയില്ല. ഈ പവർ റൂം പറയുന്ന ഒരു ട്രാപ്പാണോ? പവർ റൂം ട്രാപ്പല്ല. പവർ റൂം സേഫ് ആവുന്നത് ഒരു ട്രാപ്പല്ല, അതും ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ അന്തസ്സായിട്ട് അന്ന് പവർ റൂമിൽ വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു, ഞാൻ ആ വീടിന്റെ അകത്തിരുന്നേനെ. എന്റെ മണ്ടത്തരമായിരുന്നു. ഞാൻ അന്ന് ആലോചിച്ചില്ല, ഡീപ്പായിട്ട് അതിലേക്കൊരു ചിന്ത ഞാൻ കൊടുത്തില്ല. അതുകൊണ്ടാണ് പ്രേക്ഷകർ നോക്കുമ്പോൾ ഗബ്രിയേക്കാൾ പുറത്തു പോകാൻ സാധ്യതയുള്ള ഉണ്ടാകാം. പക്ഷെ അത് അവരുടെ ഗെയിമാണ്. അവരെന്നെ വിശ്വസിപ്പിച്ചത് കൊണ്ടാണല്ലോ ഞാൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തത്. ശ്രീരേഖയൊക്കെ മറ്റേ പവറിൽ പുറത്തു വന്ന് ഔട്ടാവുന്ന തോന്നുന്നുണ്ടോ? അറിഞ്ഞൂടാ, അത് വോട്ടിംഗ് അനുസരിച്ചിട്ട്. ജാസ്മിൻ അല്ലെങ്കിൽ അടുത്തൊരു വിന്നർ ആരായിരിക്കും പറയുക? ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ വിന്നർ ആവാൻ സാധ്യതയുണ്ട്. കാരണം ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാസ്മിൻ ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഞാൻ അല്ലെങ്കിൽ ആരെന്ന് വെച്ചാൽ ഞാൻ ജാസ്മിൻ എന്നാ പറയുള്ളൂ കപ്പെടുക്കാനായിട്ട്. ജിൻഡോ ചേട്ടൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു തലത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ജിൻഡോ ചേട്ടൻ. അതായത് പുള്ളിക്കും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ഒറ്റപ്പെടലുകളിൽ പുള്ളിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന ജാൻമണി മാത്രമായിരുന്നു. ജാൻമണി പോയ പിന്നെ അധികം ആരും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് എപ്പോഴും ജാസ്മിൻ ഉണ്ടായിരുന്നു. സിമ്പതിയുടെ ആവശ്യമില്ല, നമുക്ക് സ്നേഹം മതി. നമ്മൾക്ക് ഒരു കുടുംബമല്ല. ആ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു വീട്ടിൽ മുണ്ട് തുറന്ന് കിടന്ന സമയത്ത് എത്ര നല്ല പിടിച്ച് കഴിഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അതൊന്നും വെച്ചിരിക്കാൻ പറ്റില്ല. ഗെയിമേഴ്സ് ഒക്കെ പറഞ്ഞു വെച്ചാൽ അവർ ഇത്രയും ഫൈറ്റ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ അവരൊരു സൗഹൃദം കീപ്പ് ചെയ്യുന്നു. പക്ഷേ ഈ സീസണിൽ അത് ആരും കീപ്പ് ചെയ്യില്ല, കാരണം അത്രയും ഫൈറ്റിന്റെ എക്സ്ട്രീം ആയിരുന്നു. അതിനോട് എന്താണ് തോന്നുന്നത്? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സാധനം അനുസരിച്ചിട്ട്. ഇപ്പൊ ഞാനും അൻസിബയും ജീവിതത്തിൽ മരണം വരെ നിന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് അൻസിബ എൻ്റെ അടുത്ത്. അത് എനിക്ക് പല അവസരത്തിലും എനിക്ക് പേഴ്സണലി ഹേർട്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ചെറിയൊരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലാണ് ആ ഡയലോഗ് പറയുന്നത്, പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് എത്തുന്നതെന്ന് പറയുമ്പോൾ അത് നമുക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ ലാസ്റ്റ് ദിവസം എലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ 4 പേര് നിൽക്കുമ്പോൾ ഞാൻ അന്ന് ഒരു മോർണിംഗ് ആക്ടിവിറ്റി തന്നത് കണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കാനുള്ളത്. ആ ആക്ടിവിറ്റിയിൽ ഞാൻ എല്ലാവരും വലിച്ചു കയറി ഒട്ടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, സത്യം പറഞ്ഞത്. കാരണം എന്നെ അവിടെ നിന്നിട്ട് ജിൻഡോ ചേട്ടനാണെങ്കിലും അൻസിബയാണെങ്കിലും എല്ലാവരും എന്നെ വലിച്ചു കയറി ഒട്ടിക്കുകയാണ് ചെയ്തത്. അതും പറഞ്ഞാണ് ഞാൻ മുമ്പിൽ പോയി നിന്നതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ പുറത്തു പോകുന്നുള്ള ദൈവത്തിന് അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കണം. അർജുൻ ശ്രീതു പ്രണയം ഞാൻ പറഞ്ഞു തീർത്തിട്ട് ചോദ്യം ചെയ്യും. അവിടെ ചെന്ന് നിന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് അൻസിബ ഐ എം സോറി. ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു അപ്പോളജിയാണ്. അന്ന് അത് റിയൽ ആയിട്ട് തോന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചാൽ പറയുന്നത് ഐ എം സോറി. വിമർശകരോട് ഇപ്പൊ എന്താ പറയുന്നത്? വിമർശകരോട് സ്നേഹം മാത്രം.